ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ കാണാതായ തൊഴിലാളി ജോയിയെ കണ്ടെത്താൻ പരിശ്രമിച്ച അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. രക്ഷാപ്രവർത്തനം നടത്തിയ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പലപ്പോഴും സേനാംഗങ്ങളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. എന്നാൽ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു ഇത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സേനയെ നോക്കി വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ സേന ലോകത്തെവിടെയുമുള്ള മനുഷ്യരോട് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്ന നിലയിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്നു തന്നെയാണ്. റെയിൽവേയുടെ മാലിന്യ കുമ്പാരത്തിൽ അകപ്പെട്ടു പോയത് നമ്മുടെ കൂടപ്പിറപ്പാണ് എന്ന ചിന്താഗതിയാണ്. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തുവാൻ, അത് മാലിന്യമെന്നോ മലിനജലമെന്നോ ഒന്നും കണക്കാക്കാതെ അതിനിറങ്ങിത്തിരിച്ച മനസ്സ്, ആ മനസ്സിനെ എങ്ങനെ അഭിവാദ്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഫയർ സർവീസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് സേനാംഗങ്ങളെ ആദരിച്ചത്. തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് എസ് അനിൽകുമാർ അധ്യക്ഷനായി. ആന്റണി രാജു MLA, ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ, ടെക്നിക്കൽ ഡയറക്ടർ M നൌഷാദ്, ഫയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ ഷജിൽകുമാർ, ജനറൽ സെക്രട്ടറി വി പ്രണവ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.